എവരിവൺ, വെൽക്കം ബാക്ക് ടു ഷിബ്ലാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ക്യാരറ്റ് ഹൽവയാണ്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാന് ചൂടാക്കിയിട്ടുണ്ട്. പാന് നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂണ് നെയ്യ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നെയ്യ് നന്നായിട്ട് ചൂടായി വരുമ്പം ഇതിലോട്ട് നമുക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പീനട്ടും അതേപോലെ കാഷ്യൂനട്ടുമാണ് ചേർക്കുന്നത്. നട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കിത് ഒന്ന് മാറ്റിയെടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു സ്റ്റീൽ ബൗളിലോട്ട് ഈ നെയ്യ് അടക്കം ഒന്ന് മാറ്റിയെടുക്കുകയാണ്. നിങ്ങൾക്ക് നട്ട്സ് മാറ്റിയിട്ട് നെയ്യ് വേറെ ബൗളിൽ വേണമെങ്കിലും മാറ്റിയെടുക്കാവുന്നതാണ്. മാറ്റിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇതുപോലെയാണെങ്കിൽ കൈ പൊള്ളാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇതേ പാനിലോട്ട് തന്നെ 1 കിലോ ക്യാരറ്റ് ഞാനിവിടെ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ അന്ന് ക്യാരറ്റ് ലഡു റെസിപ്പിയിൽ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. ഇതിലോട്ട് ഞാനിപ്പം ഒരു 300 ml പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു വലിയ കപ്പിൽ 1 കപ്പ് പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര, ഇതിപ്പോൾ ഒരു കപ്പോളം ഉണ്ട്. 1 കപ്പ് ഫുള്ളായിട്ടില്ല, എന്നാലും നമുക്ക് എത്രയാണോ മധുരം വേണ്ടത് അത്ര ചേർത്ത് കൊടുക്കുക. പഞ്ചസാരക്ക് പ്രത്യേകിച്ചിട്ട് അളവൊന്നുമില്ല, നിങ്ങൾക്ക് വേണ്ടത്ര മധുരം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്ത് വരുന്നത് വരെ ഒന്ന് വെക്കുക. ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് ഞാനിതുപോലെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് പാലൊക്കെ ഒന്ന് കുറുകിയിട്ട് കാണുന്നില്ലേ? അപ്പോൾ ഈ പരിവാവുന്നത് വരെ ഒന്ന് മൂടി വെക്കുക. എന്നിട്ടൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു 3 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറാണ്. അപ്പോൾ മിൽക്ക് പൗഡർ ചേർത്ത് കൊടുത്താൽ നമ്മുടെ ഹൽവയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഞാൻ ഹൽവ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കാറുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ ഇത് ഒഴിവാക്കാവുന്നതാണ്. നിർബന്ധമൊന്നുമല്ല, നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നു മാത്രം. ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഏലക്ക പൊടിച്ചതാണ്. ഇത് കുറച്ച് പഞ്ചസാര ചേർത്തിട്ട് ഒരു 5 ഏലക്ക ഇട്ടിട്ട് പൊടിച്ചെടുത്തതാണ്. ഇത് ഏലക്ക നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പഞ്ചസാര ഇതിലോട്ട് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സ്വീറ്റിലേക്ക് ഏലക്ക പൊടിക്കുമ്പോൾ കുറച്ച് പഞ്ചസാര ചേർത്തിട്ട് പൊടിച്ചാൽ മതി, പെട്ടെന്ന് നമുക്ക് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ ഇതൊന്ന് ഇതുപോലെ കൈവിടാണ്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. എന്നിട്ട് കുറച്ച് നേരം നമുക്കൊന്ന് മൂടി വെക്കാം. ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഞാനിപ്പോൾ മൂടി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡാണ്. ഇപ്പോൾ ഞാനിത് ഹോം മെയ്ഡ് മിൽക്ക് മെയ്ഡാണ്, ഞാൻ തന്നെ ഇവിടെ തന്നെ ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തതാണ്. ഇതിൻ്റെ ലിങ്കും കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാവുന്നതാണ്. മിൽക്ക് മെയ്ഡും അതുപോലെ തന്നെ ഓപ്ഷനിലാണ്, എന്നാൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഹൽവയ്ക്ക്. അപ്പോൾ നിങ്ങൾ മിൽക്ക് മെയ്ഡ് കുറച്ചധികം തന്നെ ചേർത്ത് കൊടുത്തോളൂ. അപ്പോൾ മിൽക്ക് മെയ്ഡ് നിങ്ങൾ എത്ര ചേർക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് മധുരം പഞ്ചസാര കുറച്ച് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ നല്ലോണം മധുരമായി പോകും. ഇനിയാണ് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നെയ്യും പിന്നെ നട്ട്സും കൂടിയുള്ള മിക്സ് ഉണ്ടല്ലോ, അതിൽ നിന്ന് നെയ്യ് മാത്രം നമുക്കിപ്പോൾ കുറച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നട്ട്സ് ഞാനിപ്പം ചേർത്ത് കൊടുക്കുന്നില്ല, ഇനി നമ്മൾ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുകയാണ്. അപ്പോൾ ആ നെയ്യ് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക, കുറച്ച് നട്ട്സ് അതിൻ്റെ മുകളിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇപ്പോൾ ഹലുവ ഉണ്ടാക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് മെയിനായിട്ട് ഈ തവി വെച്ചിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലാണ്ട് അവിടെ വെച്ചാൽ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. എത്ര നമുക്ക് പറ്റുന്നുണ്ടോ അത്ര ഇളക്കുക നമ്മൾ, നെയ്യൊക്കെ ചേർത്തിട്ട്. നെയ്യ് അതുപോലെ തന്നെ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ ഹലുവ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ട്രേയിലോട്ട് മാറ്റിയെടുക്കാം. ഇപ്പം നമ്മൾ പീസാക്കി എടുക്കുകയാണെങ്കിലാണ് നമ്മളിതുപോലത്തെ ട്രേയിലോട്ട് മാറ്റി കൊടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കുന്നത്. നമുക്ക് കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റായതിനു ശേഷം നമുക്ക് പീസ് ചെയ്തും എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് അതുപോലെ തന്നെ സ്പൂണിലെടുത്തിട്ട് കോരി കഴിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ച് അതുപോലെ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ബൗളിലോട്ട് മാറ്റുകയാണ്.
അപ്പോൾ ഞാൻ കുറച്ച് ഒരു ബൗളിലോട്ട് മാറ്റിയെടുക്കുന്നുണ്ട്. ബാക്കി അതുപോലെ തന്നെ ട്രൈയിൽ ഞാൻ പരത്തിയെടുക്കുകയാണ്. ഇപ്പോൾ ട്രൈയിൽ നല്ലോണം പരത്തിയെടുത്തിട്ട് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുത്താൽ നമുക്ക് നല്ല പീസായിട്ട് കിട്ടും. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഈ ഹൽവ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് മിക്കവർക്കും അറിയുന്ന റെസിപ്പി ആയിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് ഷെയർ ചെയ്തു എന്ന് മാത്രം. അപ്പോൾ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള നട്ട്സും കൂടി ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് സെറ്റ് ആവാനും തണുക്കാനും വെക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് കഴിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.